ആദാബ് സാത്തിയോ. ഇഗ്നോ BA ഉറുദു കോഴ്സിൻ്റെ ആദ്യത്തെ പേപ്പറായ BUDC 101 അഫ്സാനവി അദബ് കാ മുത്താലിഅ എന്നുള്ള പേപ്പറിൻ്റെ മലയാളത്തിലുള്ള ഡിസ്ക്രിപ്ഷനോട് കൂടിയുള്ള വീഡിയോയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ബ്ലോക്ക് ദാസ്താനുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ തന്നെ ദാസ്താനിലെ ആദ്യത്തെ പാഠഭാഗം ദാസ്താൻ ഫനി ജായിസ ഔർ ആസ് വ ഇർത്തിക്ക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദാസ്താനിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേജുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്ത് വായിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ഒരു തിരക്കുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എക്സാം വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ പാഠഭാഗം മനസ്സിലാക്കാം, ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പാഠഭാഗത്തിൽ ശരിക്കും പഠിക്കേണ്ടത് അതിനെ ഒന്ന് നമ്മൾ ലഘൂകരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ: ദാസ്താൻ ക്യാ ഹേ, ദാസ്താൻ किस ज़माने का पैदावार है, दास्तान के बुनियादी अंसर क्या क्या है, दास्तान का आगाज़ व इर्तिका, दास्तान के लुग़वी मानी, दास्तान का मकसद. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠഭാഗം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞ പോലെ ദാസ്താൻ ക്യാ ഹേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, दास्तान एक ऐसी अफसानवी नसरी सिन्फ है जिसमें तख़ील की मदद से मुबाद या मसामीन को इस तरह पेश किया जाता है कि क़ारिईन हैरत व इस्तेजाब में पड़ जाए. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ദാസ്താൻ എന്ന് പറഞ്ഞാൽ ഒരു നസരി, നമുക്കറിയാലോ രണ്ട് തരത്തിലുള്ള ഇസ്നാഫാണുള്ളത്. ഷെരി ഇസ്നാഫും ഉണ്ട്, നസരി ഇസ്നാഫും ഉണ്ട്. എന്ന് വെച്ചാൽ നസം അങ്ങനെയുള്ളതൊക്കെ, മസ്നവി അതെല്ലാം വേറൊരു വിഭാഗത്തിൽ പെടുന്നു. കഥ, നോവൽ, അതേപോലെയുള്ള ഇൻഷായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പം ദാസ്താൻ എന്ന് പറയുന്നത് ഒരു നസരി ഇസ്നാഫാണ്, ഗദ്യ വിഭാഗത്തിൽ പെടുന്നതാണ്. അതിലെന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ, ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിനെ നമ്മുടെ കേൾവിക്കാർക്ക് മുന്നിൽ തഹീൽ കി ബുലന്തി എന്ന് വെച്ചാൽ വളരെ ഉയർന്ന ഭാവന, എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാവനയെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഉയർന്ന ഭാവന, അതേപോലെ ഭയങ്കര ഒരിക്കലും എന്താ പറയുക, നമ്മൾക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജിന്ന്, ദേവ്, അതേപോലെ മാലാഖ, അതൊന്നും നമുക്ക് മനുഷ്യന് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നസരി ഇസ്നാഫ്, അതാണ് എന്ത് ദാസ്താൻ. അപ്പോൾ ഈ ദാസ്താനിൻ്റെ ശരിക്കും പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഈ ദാസ്താനിനെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. ഒന്നെന്ന് വന്നിട്ട് അതിൻ്റെ ത്വവാലത്താണ്. എന്ന് വെച്ചാൽ ത്വവാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ നീളം. നമ്മളിപ്പോൾ 1001 രാവുകൾ എന്നൊക്കെ പറയുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ നീളം. അപ്പോൾ ത്വവാലത്ത് എന്നുള്ളത് ദാസ്താനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഥമ ഘടകമാണ്. അതേപോലെ തന്നെ മാഫൂക്കുൽ ഫിത്രത്തി അനാസിർ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ കാണാത്തതിന് പുറമേ ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക, ഭാവനയിൽ എടുക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജിന്ന് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അത് ദേവ്, അതേപോലെ മാലാഖ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് നമ്മൾ പറയുന്നത് മാഫൂക്കുൽ ഫിത്രത്തി അനാസിർ. അതേപോലെ തന്നെ പേച്ചീദഗി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, അത് ആ കേൾക്കുന്നതിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അടുത്തത് എന്താ സംഭവിക്കുന്നു എന്നുള്ള ആ ഒരിത്, അതാണ് എന്ത് പേച്ചീദഗി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദാസ്താനിൻ്റെ നിർമ്മാണത്തിൽ 3 പ്രഥമ ഘടകങ്ങളാണ്. അപ്പോൾ ഈ ദാസ്താൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ദാസ്താൻ്റെ ശരിക്കത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫർഹത്ത് വ മുസ്രത്ത് കാ സാമാൻ ഫറാഹിം കർന ഹോത്താ ഹെ എന്ന് വെച്ചാൽ
നമുക്കറിയാലോ, ആളുകൾ സമയം പോക്കിനും നേരം പോക്കിനും വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കഥയല്ല, ഒരു സംഭവമാണ് എന്ത്, ദാസ്താൻ എന്ന് പറയുന്നത്. അവർക്ക് അവാം റോസുകാർ ഔർ ആഹിറത്ത് കി ഫിക്കർ സെ ആസാദ് തെ. അവർ മനുഷ്യൻ്റെ അവസാന ചിന്തയെക്കുറിച്ചൊക്കെ അവരെന്തായിരുന്നു, സ്വതന്ത്രരായിരുന്നു. അവർക്ക് അന്നത്തെ ദിവസം അന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണ്. എന്ന് വെച്ചാൽ ആളുകൾ കൽപ്പിതമായിട്ടുള്ള ലോകത്ത് താമസിക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു ശരിക്കും ദാസ്താനിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നത്. ആ സമയത്തെ ഒരു സൃഷ്ടിയാണ് ദാസ്താൻ. ആളുകൾ വെറുതെ എന്താ പറയുക, അതൊക്കെ മദ്യം ഉപയോഗിച്ചും അതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചുമൊക്കെ സമയം കളയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ദാസ്താനും കൂടെ പിറവിയെടുത്തത്. അപ്പം ദാസ്താൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളാണ് ദാസ്താനിൽ നമ്മൾ പറഞ്ഞു. തൊവാലത്ത്, അതേപോലെ മാഫൂക്കുൽ ഫിത്രത്തി അനാസിർ, അതേപോലെ പേച്ചീദഗി. ഇത് മൂന്നും ദാസ്താനിൽ അഹം റോള് അതാ കർത്താ ഹേ. അതേപോലെ തന്നെ അതിൽ ദാസ്താൻ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അതിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെയാണ് മാഫൂക്ക് ഫിത്തരി അനാസിർ. അത് പറഞ്ഞല്ലോ, ജിന്ന്, ദേവ്, പരിയാം, ജാദു, അങ്ങനെയുള്ള നമുക്ക് കാണാൻ കഴിയാത്ത കുറേ കഥാപാത്രങ്ങൾ. അതേപോലെ തന്നെ തൊവാലത്തും പറഞ്ഞു. തൊവാലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏക് കഹാനിക്കോ ദൂസരി കഹാനി സെ ഏക് സഞ്ജീർ കി തരഹ് കടേ ഹോത്തേഹം, അല്ലെങ്കിൽ ബന്ധൻ കർത്തേഹം. ഒരു ചങ്ങല പോലെ ഒരു കഥയെ മറ്റൊരു കഥയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ത്വവാലത്ത് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ദാസ്താനികാർ ഏക് മർക്കസി വാക്യാക്കോ കൈ വാക്യാത്ത് സെ വാബിസ്ത കർദിയ കർത്തേത്തെ. അടുത്തത് അതേപോലെ തന്നെ പറയുന്നതാണ്. അടുത്തൊരു സംഭവമാണ്, ദാസ്താൻ നിഗാരം 2 രീതിയിലാണ് കഥ പറയാം. ഒന്ന്, സ്വന്തം കഥ പറയുന്ന ആൾ പറയുന്നത് പോലെ പറയും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം അതിൽ കഥാപാത്രത്തിൻ്റെ ഭാഷയിലൂടെ ആയിരിക്കും കഥ പറയാം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഥ പറയുമല്ലോ, അത് അങ്ങനെയും പറയാം. മറ്റൊരു ആൾക്ക്, എൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരാൾക്ക് എൻ്റെ കഥ പറയാനും പറ്റും. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ ദാസ്താൻ ബയാൻ കർത്താ ഹൈ. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാസ്താൻ്റെ അടുത്ത ഒരു പ്രധാന ഘടകമാണ് പ്ലോട്ട്. പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പലതരത്തിലുള്ള വാക്യാത്തുണ്ടല്ലോ, പലതരത്തിലുള്ള വാക്യാത്തുകൾ ഒരു ക്രമത്തിൽ യോജിപ്പിച്ചെടുക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കഥയിൽ ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അടുത്തത് കഴിഞ്ഞ് അടുത്തത്, നമ്മളതൊരു ചങ്ങല പോലെ ബന്ധിപ്പിച്ചിട്ടാണ് പറയുക. അതല്ലാതെ ആദ്യം 1ാമത്തെ പേജ് കഴിഞ്ഞതും ഒരിക്കലും 10ാമത്തെ പേജ് വരില്ലല്ലോ. അതേപോലെ 1ാമത്തെ പേജ് കഴിഞ്ഞാൽ 2, 3, 4 അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പം അതേപോലെ ഓരോ കഥയെയും ക്രമപ്രകാരത്തിൽ നമ്മൾ അടുക്കി വെക്കുന്നതിനെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അത് റേഡ് കി ഹഡ്ഡി കി തരഹ് रेड की हड्डी किस तरह इंसान की जिस्म को मुतवाज़न रखती है, इस तरह किसी भी दास्तान में प्लॉट मुख्तलिफ वाक़यात को मरबूत व मुनसबत करने का काम करता है. അടുത്തതാണ് ഈ കഥ, അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നണം അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു ഹവായിഷ് അല്ലെങ്കിൽ ആ ഒരു തജസ്സുസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് കിസ്സാപ്പൻ. അപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ വാചകങ്ങൾ വായിച്ചാൽ മതി. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ വാചകങ്ങളും കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിർദാർ പറഞ്ഞാൽ നമുക്കറിയാലോ, കഥാപാത്രങ്ങൾ. ഒരു ദാസ്താൻ എന്ന് പറയുമ്പോൾ അഹം റോള് അതിൽ കിർദാറുകൾക്ക് തന്നെയാണ്, കഥാപാത്രങ്ങൾക്കാണ്. അപ്പോൾ ആ കഥാപാത്രങ്ങളെ വിവരിക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളുടെ ഹാൻദാനി പസ് മൻസിർ, ഫർദ് ക ഘരേലു മാഹൂൽ, തലീം വ തർബീത്ത് എന്ന് വെച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിത്വത്തിനെ നമ്മുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ കിർദാറിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതാണ്
ഈ കിർദാർ എന്ന് പറയുമ്പോൾ അതൊരു കാര്യം മറന്നുപോയി. കിർദാർ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള കിർദാറുകളുണ്ട്. ഒന്ന് സ്പോട്ട് കിർദാറും അതേപോലെ മുക്കമ്മൽ കിർദാറും. സ്പോട്ട് കിർദാർ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരേ മൂഡിൽ തന്നെ ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവർ ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അവരുടെ സ്വഭാവത്തിലോ ഭാവത്തിലോ ഒന്നിലും തന്നെ ഒരു വ്യത്യാസമേ വരുന്നില്ല. പക്ഷേ മുക്കമ്മൽ കിർദാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കഥാപാത്രത്തിന് വ്യത്യാസം വരുന്നു. അവരാണ് മുക്കമ്മൽ കിർദാർ. അടുത്തത് ഈ കിർദാറുകൾ തമ്മിലുള്ള ബാത്ചീത്ത് അല്ലെങ്കിൽ ഗുഫ്തഗൂനിയാണ് മുക്കാലിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മുക്കാലിമ എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴുമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ ആ കിർദാറിൻ്റെ സ്വഭാവം, ആ കിർദാറിൻ്റെ പ്രകൃതി എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു മുക്കാലിമയുടെ പ്രവർത്തനം. അടുത്തത് മൻസർ നിഗാരി അല്ലെങ്കിൽ ജസിയാത്ത് നിഗാരി. മൻസർ നിഗാരി അല്ലെങ്കിൽ ജസിയാത്ത് നിഗാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദൃശ്യാവിഷ്കാരം എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, लफ्ज़ों के ज़रिए किसी मौसम, बरसात, सर्दी, गर्मी वगैरह को किस हद तक क़ारीन की आंखों के सामने फ़िल्म की मानंद महसूस करा पाता है എന്ന് വെച്ചാൽ ഒരു സിനിമ പോലെ വായിക്കുന്ന കാരിയിൻ്റെ അല്ലെങ്കിൽ കാരിയിൻ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആൾ, അവരുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാവട്ടെ അല്ലെങ്കിൽ ഒരു വേനൽക്കാലം ആവട്ടെ മഴക്കാലം ആവട്ടെ എല്ലാം ഒരു സിനിമ പോലെ നമ്മുടെ കണ്ണിന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ എന്തെല്ലാം വാക്കുകളും എന്തെല്ലാം കാര്യങ്ങളാണോ ഈ എഴുത്തുകാരൻ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ജസിയാത്ത് നിഗാരി അല്ലെങ്കിൽ മൻസർ നിഗാരി എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ ദാസ്താൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദാസ്താനിൽ ഈ കിർദാറുകളുടെ ജസ്ബാത്ത് എന്ന് വെച്ചാൽ കിർദാറിൻ്റെ മനോവികാരങ്ങൾ, അവരുടെ ചിന്തകൾ, ഇതെല്ലാം അതിൽ വിവരിക്കുന്നുണ്ട്. അതിനെയാണ് ജസ്ബാത്ത് നിഗാരി എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ ഓരോ ദാസ്താൻ നിഗാറും ഒരു ദാസ്താൻ എഴുതുമ്പോൾ അതിലൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാവും. അവരെന്തെങ്കിലും അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവും. അതിനെയാണ് പറയുന്നത് നെക്താ നസർ, അല്ലാന്നുണ്ടെങ്കിൽ നസറിയ ഹയാത്ത് എന്ന് പറയുന്നത്. നെക്താ നസർ എന്ന് പറയുന്നത് ആ ദാസ്താനിലൂടെ തന്നെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ നേടിയെടുക്കാനുള്ള കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെയാണ് പറയുന്നത് നെക്താ നസർ എന്ന്. അടുത്തത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ അസ്ലൂബ് യാ സബാൻ വ ബയാൻ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് വെച്ചാൽ ചില ദാസ്താനിൽ കുറേ റോസ്മുറകളും മുഹാവരകളും ഒക്കെ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിൽ ഒരു ഭാഗത്ത് സാധാരണയായി ഉപയോഗിച്ച് വരുന്ന കുറച്ച് വാക്കുകളുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുമല്ലോ, എന്താ പറയുക, അങ്ങനെ നമ്മൾ പറയാറുണ്ട് കുറേ കാര്യങ്ങൾ. റോസ്മുറകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, മുഹാവര എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ സാധാരണയായിട്ട് പഴമക്കാർ ഉപയോഗിച്ച് വരുന്ന കുറച്ച് വാക്കുകളാണ്. ഒരു വെടിക്ക് 2 പക്ഷി അങ്ങനെയൊക്കെ പറയാറില്ലേ, ഓരോ നാടുകളിലും പ്രചാരത്തിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനെയാണ് അസ്ലൂബ് യാ സബാൻ വ ബയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കൂ, നമ്മൾ दास्तान को फ़नी एतबार से मुकम्मल बनाने में किस्सा या वाक़या, प्लॉट, किस्सापन, किरदार, मुकालिमा, मंसर निगारी, जज्बात निगारी या जज़ियात निगारी, नक्ता नसर और असलूब या ज़बान व बयान जैसे ज़रूरी अनासर तरकीबी बेहद अहम रोल अदा करता है. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ദാസ്താൻ പൂർണ്ണ രീതിയിൽ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.